വൈരുദ്ധ്യങ്ങളിൽ ഒരുമ കണ്ടെത്തിയ നാടാണ് ഭാരതം. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പ്രധാനമായും നമ്മുടെ ഭരണാധികാരികൾ ഉറപ്പാക്കിയത് എല്ലാ ജനങ്ങൾക്കും സ്ത്രീ പുരുഷ വിവേചനമില്ലാതെ സ്വാതന്ത്ര്യം, സമത്വം, സമാധാനം ഒരുപോലെ അനുഭവിക്കുക എന്നതായിരുന്നു. എന്നാൽ ഇത്രമാത്രം പുരോഗതി പ്രാപിച്ച ഈ കാലഘട്ടത്തിൽ നാം എന്താണ് കാണുന്നത്? നമ്മുടെ മനസ്സ് നമ്മെ വഞ്ചിക്കുകയാണ്. കാലത്തിനനുസരിച്ച് നമ്മുടെ മനസ്സ് മുന്നോട്ട് പോകേണ്ടതിന് പകരം തിരിച്ച് അന്ധകാരത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. ഇന്ന് കാണുന്ന സ്ത്രീ പീഡനങ്ങൾ വെറും വാർത്തകളിൽ ഒതുക്കാൻ വേണ്ടിയാണ്. സ്ത്രീ പരസ്യമായും രഹസ്യമായും പീഡിപ്പിക്കപ്പെടുകയും ഒറ്റപ്പെടുകയുമാണ്. എന്നാൽ നാം സ്ത്രീയെ പുരുഷനൊപ്പം സമുദായത്തിൽ അംഗീകരിച്ചിട്ടുണ്ടോ? സ്ത്രീ വെറും പുരുഷന്റെ ആഗ്രഹങ്ങളുടെ അടിമയാണോ? അവൾക്കും ചിന്തിക്കാനും പുരുഷനൊപ്പം തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരം എന്നുണ്ടാവും. പുരുഷൻ സ്ത്രീയെ തന്റെ അഭിപ്രായങ്ങൾ അംഗീകരിക്കാനുള്ള ഒരു സഹചാരണി എന്നതിനപ്പുറം പുരുഷനെ പോലെ തന്നെ സ്വതസിദ്ധമായ അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനും അത് പ്രകടിപ്പിക്കാനുമുള്ളതാണെന്ന് പുരുഷൻ എന്ന് അംഗീകരിക്കും. ഇത് ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ ഇന്നും നിലനിൽക്കുന്നു.